ഇല്ലുമോളെ എത്ര പായസം ഉണ്ടടി? ടീറ്റോ ചേട്ടൻ ഇവിടെ വന്നിരുന്ന അമ്മാവൻ്റെ കൂടെ ഇരുന്ന് കഴിക്കി. അപ്പൊ അറിയാലോ എത്ര കൂട്ടം പായസം ഉണ്ടെന്നൊക്കെ. ഓ തങ്കം, അവിടെ എത്ര തരം പായസം ഉണ്ടടി? അമ്മാവന് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് വരും, അന്നേരം ചോദിക്ക്. ആണ്, അത്രേ ഉള്ളു. സഹോദര സ്നേഹം അത്രേ ഉള്ളു. ഇവിടുത്തെ സഹോദരി അവിടുത്തെ സഹോദരനെ വിളിച്ച കണ്ട, എന്നിട്ട് അവിടുത്തെ സഹോദരിക്ക് വിളിക്കാൻ പോയേ. എനിക്ക് ഇത്തരം പ്രഹസനങ്ങളോട് താല്പര്യമില്ല. ടീറ്റോ ചേട്ടാ വായടച്ചിരിക്കാൻ പറയട്ടെ മര്യാദക്ക്. നിന്റെ അടുത്ത് വാടച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞു കേട്ടോ അവള്. അങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ അടയണ വായല്ല, അവിടെ ആ വായു അടയാലോ. അത് അപ്പുറത്ത് പോയിരുന്ന് വായടച്ച് വെക്ക്. എന്റെ വീട്ടിൽ എനിക്ക് ഇരിക്കുന്നതിന് ആരാണ് ഇവിടെ ചോദിക്കാനുള്ളത്? ആരാ ചോദിച്ചോളെ? ഏട്ടന് ആരോടെ കേട്ടല്ലോ കേട്ടല്ലോ കേട്ടല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങള് വലുത്. എനിക്ക് ആരും വേണ്ട. അപ്പൊ അമ്മാവനും കൂടെ വരട്ടെ. എന്നെ കാണുമ്പോഴത്തേന് അമ്മാവൻ തുള്ളിക്കൊണ്ട് എന്റെ അടുത്തോട്ട് വരും. തുള്ളാനിതാര വരുന്ന വെളിച്ചപ്പാടാണോ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ കളിയാക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അറിയാമോ നിങ്ങൾക്ക്? എന്റെ അമ്മ ഇന്ന് പച്ച വെള്ളം കുടിച്ചിട്ടില്ല, നിന്റെ അമ്മ കേട്ടോ. അത് അമ്മയുടെ അഹങ്കാരം കൊണ്ട്. അമ്മ എന്താ ഒന്നും കഴിക്കാത്ത എന്തോ അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? പാവം, അവർക്ക് ഇച്ചിരി പഞ്ചസാര കൊടുക്കാൻ വേണ്ടിട്ട് കൊടുത്തില്ല. പഞ്ചസാര തീറ്റിച്ച് തിരിച്ച് അമ്മേനെ ഷുഗർ കയറ്റിട്ട് കിടപ്പാക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് നല്ല കറി ഉണ്ടാക്കി കൊടുക്കണം. വായിൽ വെക്കാൻ കൊള്ളാത്ത കറിയാണ് ഇപ്പൊ അമ്മാവനും കൊടുക്കാൻ പോണേ. അയ്യോ, അമ്മ ഇവിടുന്ന് കഴിക്കണേ ഇല്ല. എന്റെ കൂട്ടി എന്റെ കറി കൂട്ടി നിർത്ത്. എന്റെ പേരും പറഞ്ഞ് കുടുംബ പ്രശ്നം ഒന്നും ഉണ്ടാക്കല്ലേ. എന്നെ വെറുതെ വിട്ടേക്കണേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞേക്കാണ്. അമ്മയ്ക്ക് വിഷമമുണ്ട്, അമ്മയ്ക്ക് പേടിയാണ്. അമ്മ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. അമ്മ പറഞ്ഞ കറക്റ്റാണ്. അമ്മ പറഞ്ഞത് നീ വെറും മണുകോണാഞ്ചനാന്ന്. കറക്റ്റ് നിൽക്കുന്നു മണുകോണാഞ്ചൻ, നല്ല മകളല്ലേ അപ്പുറത്ത് താമസിക്കണം. ഒരു നേരം പോലും അമ്മ അവിടെ വന്ന് കഴിക്കണില്ലല്ലോ. പെങ്ങളെ പേടി. നീയൊക്കെ പിന്നെ അമ്മേനെ കൂടെ കേറ്റോ, അതുകൊണ്ട് അമ്മ വരില്ല. പക്ഷെ അമ്മ എന്നാത് പറയാൻ പാടില്ലായിരുന്നു കേട്ടാ ഇതിന്റെ ഇടയില്. ഒരു കുഴപ്പമില്ല പറഞ്ഞെങ്കിൽ. എന്റെ മാമ വരട്ടെ, അപ്പൊ വന്നിട്ട് ഒക്കത്ത് കയറ്റി. ആ ഗോപിമാമൻ വരുന്നതിനാണ് ഈ അങ്കലപ്പ് മൊത്തം. ഗോപിമാമൻ പേടിച്ച് പാട്ടയിൽ തന്നെ പോവോ? എല്ലാരും ഉണ്ടല്ലോ. ഇത് എന്തൊരു പിള്ളേരെ ഒന്ന് വിട. ഞാൻ ആ ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. അയ്യോ വേണ്ട വേണ്ട, എടാ എനിക്ക് സമയമില്ല, പോണം. ഈ വണ്ടിയെ തന്നെ ഞാനങ്ങ് പോവാ. അയ്യോ അല്ല അപ്പൊ അല്ല മാമ, ഞാൻ മാമ വരുന്നു വിചാരിച്ചിട്ട് കൊറേ സദ്യയൊക്കെ ഉണ്ടാക്കി. അങ്ങോട്ട് പോണത് ഇവിടെ അയ്യോ എവിടുന്ന് കഴിക്കണ്ട, ഞാൻ വയറ് നിറച്ച് കഴിച്ചിട്ടാ വരുന്നത്. എവിടെന്ന് കഴിച്ച് കള്ളം പറയല്ലേ? എന്റെ ആ ചേച്ചി സത്യമായിട്ട് ഞാൻ പറയാ, ഞാൻ ഇവിടെ വന്ന് ചേച്ചിയെ കണ്ട് ഇവിടെ നിന്ന് ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയതും പുറപ്പെട്ടതും ഒക്കെ. പക്ഷെ വരുന്ന വഴിക്ക് ഗിരിരാജന്റെ വീട്ടിലൊന്ന് കയറി. അവിടെ ചെന്നപ്പോ അവൻ ഒരേ നിർബന്ധം, ഗിരിജ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി എന്ന്. ഞാൻ ഇറങ്ങട്ടെ, സമയമില്ല. വരുമ്പോ ഇനി കോമതിയെ കൂടെ ഒന്ന് കൊണ്ടുവരാൻ. തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരും ചേച്ചി. അവക്കും നിങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹമില്ലേ? പെട്ടെന്ന് അങ്ങ് പോയാലേ. ഞാൻ താമസിച്ച ട്രെയിൻ പോവും. എനിക്ക് ചേച്ചി ഒന്ന് കാണണമായിരുന്നു, നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം. വന്നു കണ്ടു, അപ്പൊ ഞാൻ പോട്ടെ എന്നാ. ശരി എന്നാ. അവൻ പോയി. ഇനിയിപ്പോ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഉച്ച സദ്യ ഇവിടെയും കഴിക്കാം, രാത്രിയിലെ സദ്യ അവിടെയും കഴിക്കാം. എന്തായാലും ഒരു കഥയാണ്. ഞാൻ സേമിയ നീ ഗോതമ്പ് പഠിച്ച നന്നായി, വളരെ നന്നായി. 2 തരം പായസം കുടിക്കാം. എന്തായാലും തണുത്തല്ലേ, നിനക്ക് അമ്മാവൻ കൊണ്ടുവന്ന സിപ്പപ്പിടി പിടി പിടിയടി. നല്ല ചൂടായിക്കല്ലേ, ഒന്ന് തണുക്കട്ടെ. കുടിക്കടി. അതിനേക്കാളും